നടൻ സിദ്ദിഖ് അഴിക്കുള്ളിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരുപാധികം തള്ളിക്കളഞ്ഞു. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത്രമാത്രമാണ്. സാഹചര്യ തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. 2016 പെൺകുട്ടിയെ +2 കഴിഞ്ഞ് നിന്ന പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയെന്നും ആ പെൺകുട്ടിയെ കൊണ്ടാക്കിയത് അവരുടെ രക്ഷിതാക്കളാണെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, നടൻ സിദ്ദിഖ് അന്ന് അതേ ദിവസം ആ ഹോട്ടലിൽ താമസിച്ചിരുന്നുവെന്നും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നുവെന്നുമുള്ള മൊഴിയും ലഭിച്ചിട്ടുണ്ട്, രേഖകളും ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകളും മൊഴികളുമെല്ലാം ഒരു വൈരുദ്ധ്യവും ഇല്ലാത്തതാണ്. ആ നടി പറഞ്ഞത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന ബില്ലുകളാണ്. കാരണം അന്ന് നടൻ കഴിച്ചത് തൈരും ചോറും മീൻകറിയുമാണ് എന്ന് നടി മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ സത്യാവസ്ഥ അന്വേഷിച്ചു പോയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അന്ന് സിദ്ദിഖ് കഴിച്ച ഫുഡിൻ്റെ ബില്ലായിരുന്നു. ആ ബില്ലിൽ കറക്റ്റാണ് ഈ നടി പറഞ്ഞത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന ബില്ലാണ് ലഭിച്ചത്. അങ്ങനെ ഇത്തരം സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ സാഹചര്യ തെളിവുകളുണ്ട് സിദ്ദിഖിനെതിരെ, അതുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്, അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കരുത് എന്ന് കോടതിയോട് പറഞ്ഞു. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇനി സിദ്ദിഖിന് ഒരു വഴിയേ ഉള്ളൂ, അഴിക്കുള്ളിലേക്കുള്ള വഴി. അത് ഏത് നിമിഷവും നടക്കാം. സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ബലാത്സംഗ കേസിൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ 376ഉം 506ഉമാണ്. ഭാരതീയ നിയമസംഹിത അനുസരിച്ചുള്ള 376ഉം 506ഉം സെക്ഷനുകളാണ് ഉൾപ്പെടുത്തിയാണ് കേസ്. 376 അനുസരിച്ച് ബലാത്സംഗ കുറ്റം 10 വർഷം വരെ തടവ് ലഭിക്കാം. മറ്റേ ഭീഷണിയാണെങ്കിൽ 506 അനുസരിച്ചുള്ള ഭീഷണിയാണെങ്കിൽ 2.5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് സിദ്ദിഖ് ചെയ്തിട്ടുള്ളത്. ഈ ക്രൈം നടന്നത് 2016-ലാണ്. 2019 തന്നെ ഈ നടി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് തോന്നാം, സമാനമായ കേസുകളല്ലേ ജയസൂര്യക്കെതിരെയും, ആരോപണങ്ങളല്ലേ ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ഉയർന്നത്, എന്തുകൊണ്ട് അവർക്ക് പിന്നെ കോടതി ജാമ്യം നൽകിയെന്നത് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ മറ്റോ കൊണ്ടാണോ ഇത് ലഭിച്ചതെന്നും നമുക്കൊക്കെ സംശയം തോന്നാം. എന്നാൽ അങ്ങനെയല്ല. മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും നൽകിയ പരാതികൾ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച പരാതികൾ എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ, ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിടാവുന്ന കുറ്റങ്ങളാണ്. നോക്കി, തൊട്ടു, കടന്നു പിടിച്ചു എന്നൊക്കെ പറയുന്നത്. ബലാത്സംഗം നടന്നു എന്ന പരാതികളിൽ പറയുന്നില്ല. എന്നാൽ മുകേഷിനെതിരെ സർക്കാർ അപ്പീൽ കൊടുക്കുമെന്ന ഒരു അഭ്യൂഹം പരന്നിരുന്നു, അങ്ങനെ തീരുമാനിച്ചിരുന്നു. പിന്നീട് അത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെയുള്ള പരാതികളുടെ നിജസ്ഥിതി അറിയാൻ മുകേഷിനെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ജയസൂര്യയുടെ കേസുകളൊക്കെ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തീർപ്പാക്കിയിട്ടുണ്ട്. ആ ഹർജി തീർപ്പാക്കി എന്നാണ്. ഇനിയും അന്വേഷണം തുടരും. അതാണ്, മുകേഷിനെതിരെയുള്ള അന്വേഷണം തുടരുന്നുണ്ട്, ജയസൂര്യക്കെതിരെയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. എന്നാൽ സിദ്ദിഖിനെതിരെയുള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കണമെങ്കിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കണം. കാരണം സിദ്ദിഖ് പറയുന്നത് ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നാണ് സിദ്ദിഖിൻ്റെ വാദം. അവിടെയാണ് SIT സംഘം, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ പിടിമുറുക്കുന്നത്. ഇതൊക്കെ കെട്ടിച്ചമച്ചതാണെങ്കിൽ, യുവനടി കെട്ടിച്ചമച്ചാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ, തൻ്റെ പ്രശസ്തിയെയും തൻ്റെ ഗുഡ് വില്ലിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ വേണ്ടി പെൺകുട്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ട് സിദ്ദിഖ് അതേ ദിവസം ആ മുറിയിൽ കണ്ടു? പെൺകുട്ടി പറഞ്ഞ അതേ ഡേറ്റിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. സിദ്ദിഖിനെ കണ്ടവരുണ്ട്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളാണ് അവിടെ പെൺകുട്ടിയെ കൊണ്ടാക്കിയത്, അവരുടെ മൊഴിയുണ്ട്. പിന്നെ സിദ്ദിഖ് ഭക്ഷണം കഴിച്ചത് ഇന്ന ഭക്ഷണമാണെന്ന് പെൺകുട്ടി പറയുന്നു, ആ ഭക്ഷണം കഴിച്ചതിനും തെളിവുണ്ട്. അപ്പോൾ എന്തു വന്നാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ രേഖകൾ കാണിച്ച് സിദ്ദിഖിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ പോലീസിന് വ്യക്തമാകും സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ടോ, സിദ്ദിഖാണോ നുണ പറയുന്നത്, നടിയാണോ നുണ പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായി. ഇനി കസ്റ്റഡിയിലെടുക്കലാണ്, ഉടനെ കസ്റ്റഡിയിലെടുക്കലാണ് അതിൻ്റെ നടപടിക്രമം. നമുക്ക് മറ്റ് നടന്മാരിലേക്കും ഉള്ള കേസുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ സംവിധായകനെതിരെയും ഒരു നടി ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ കേസുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അയാൾ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെ പല പല സംഭവങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമയ്ക്കുള്ളിലും സിനിമാ സംഘടനകൾക്കുള്ളിലും സിനിമാ വ്യക്തിത്വങ്ങൾക്കുള്ളിലും നടക്കുന്നുണ്ട്. ഇതെല്ലാം കലങ്ങി തെളിയണമെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് പരമാർത്ഥമാണ്. കൃത്യമായ അന്വേഷണമാണ്, കൃത്യമായ ദിശയിലൂടെയാണ് അന്വേഷണം നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മലയാള സിനിമ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലാണ്, ഒരു പുതുക്കിപ്പണിയലിൻ്റെ ഘട്ടത്തിലാണ് എന്ന് ഈ സമയം നമുക്ക് പറയേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.